പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനുള്ളത് വർക്കലയിലാണ്. വർക്കല സിവിരി റെയിൽവേ സ്റ്റേഷനാണ്. എൻ്റെ തൊട്ട് പുറകെ കാണുന്നത് വർക്കല സിവിരി റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളെന്ന് വർക്കലയിലെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. അതിന് മുന്നേ ഞാനിവിടെ എങ്ങനെയാണ് വന്നതെന്ന് നിങ്ങൾ കണ്ടിട്ട് പോവാം. നമ്മളുള്ളത് ചേർത്തല റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ചേർത്തല എന്ന് വർക്കല ഒരാൾക്ക് 60 രൂപയായി. 132 കിലോമീറ്റർ സഞ്ചരിക്കുക. അപ്പോൾ നമ്മൾ പോകുന്ന നമ്മുടെ ഗുരുവായൂർ തിരുവനന്തപുരം ഇൻ്റർസിറ്റിക്കാണ് കേട്ടോ. അപ്പോൾ അത് അല്പസമയത്തുള്ളിൽ ഇവിടെ വരും. അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻ്റ് കേട്ടോ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇന്റർസിറ്റിയോടെ എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. പ്ലാറ്റ്ഫോം 1 വന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ വാപ്സാനാണ് ലോക്കോ. നമുക്ക് ഏത് ഷെഡിൻ്റെ ആണെന്ന് നോക്കാം. ഇത് വിജയവാഡ ഷെഡിൻ്റെ ഒരു വാപ്സാനാണ്. അപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്ത് ഉണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ. അത്യാവശ്യം തിരക്കുണ്ട് വണ്ടിക്കകത്ത്. സീറ്റ് തൊട്ടൊന്ന് നോക്കാം. അപ്പം നമ്മൾ വണ്ടിക്കകത്ത് കയറി. സീറ്റൊന്നുമില്ല, വണ്ടി ഫുള്ളാണ്. അപ്പോൾ ചേർത്തലയിൽ നമ്മുടെ വണ്ടി എടുത്തിരിക്കുകയാണ്. ഇവിടെ നേരെ ഒന്ന് വെളുത്ത കേട്ടോ. പുറത്ത് കാഴ്ചകൾ കാണാം. ഞാൻ പറഞ്ഞു വണ്ടി ഫുള്ളാണ്. നമ്മളിപ്പോൾ ആലപ്പുഴ ഏകദേശം എത്താറുണ്ട് കേട്ടോ. അടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. ഒരു 3 മിനിറ്റ് ഡിലേ ആയിട്ട് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. 3 മിനിറ്റത്തെ സ്റ്റോപ്പിന് ശേഷം ആലപ്പുഴയിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരെ കൊടുക്കുന്ന ദിവസം കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. വണ്ടിയിൽ സീറ്റൊന്നും കിട്ടിയിട്ടില്ല. വണ്ടി ഇപ്പോൾ ഫുൾ സീറ്റിങ്ങിൽ തന്നെയാണ്. സീറ്റ് കിട്ടുമെന്ന് നോക്കണം. ഇനി മെയിൻ ബോർഡ് ഇട്ടില്ല ആലപ്പുഴ. ആദ്യം നമുക്ക് സീറ്റ് കിട്ടി കേട്ടോ. വിൻഡോ സീറ്റ് കിട്ടുമോ നോക്കാം ഇനി. അങ്ങനെ നമുക്ക് വിൻഡോ സീറ്റ് കിട്ടിയിരിക്കുകയാണ്. എനിക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. നമ്മളിപ്പോൾ അമ്പലപ്പുഴ കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ഭാഗത്ത് ലൈൻ എന്ന് പറഞ്ഞാൽ കോട്ടയം ഭാഗത്ത് നിന്ന് വരുന്ന ലൈനാണത്. ഇപ്പം അത്യാവശ്യം ചെറിയൊരു മഴക്കാറൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആ ട്രാക്കിന്റെ സംഭവങ്ങളൊക്കെ ഒരു പണിക്ക് വേണ്ടിയിട്ട് ഒരു സെറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നെയിം ബോർഡ് കണ്ടില്ലേ, കായംകുളം ജംഗ്ഷൻ. അവിടെ ഒരു വണ്ടി ഉണ്ടല്ലോ, നമുക്ക് ഏത് വണ്ടിയാന്ന് നോക്കാം. ഇത് നമ്മുടെ വഞ്ചിനാട് എക്സ്പ്രസ് ആണ് കേട്ടോ. എറണാകുളം തിരുവനന്തപുരം കോട്ടയം വഴി വരുന്ന വണ്ടിയാണത്. അത് നല്ല തിരക്കുണ്ട് കേട്ടോ വണ്ടിക്കകത്ത്. ഇവിടുന്ന് കൊണ്ട് മനസ്സിലാവും, നല്ല തിരക്കാണ്. നമ്മുടെ വണ്ടി തന്നെ ഓവർടേക്ക് അടിക്കും ഇവിടുന്ന്. അങ്ങനെ 5 മണിയൊക്കെ ഓവർടേക്ക് അടിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കല്ലടയാറാണ്. കല്ലടയാറ് നമ്മളിപ്പോൾ മൺട്രോത്തുരുത്തൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇപ്പോൾ എത്തും കുറച്ച് മുമ്പ്. അങ്ങനെ നമ്മൾ മൺട്രോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. മഴ പെയ്യുന്നുണ്ട് കേട്ടോ, നല്ല രീതിയിൽ തന്നെ. നമ്മൾ മൺട്രോത്തുരുത്തിൻ്റെ റെയിൽവേ സ്റ്റേഷനെ പിന്നെ അവിടുത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ചാനലിലുണ്ടായത്. അങ്ങനെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ വണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ്. വലിയ ഡിലേ ഒന്നും ഇല്ല കേട്ടോ, 2 മിനിറ്റ് ഡിലേ ഉള്ളൂ. നമ്മുടെ ലോകത്തിലെ ഏറ്റവും 3ാമത്തെ വലിയ പ്ലാറ്റ്ഫോം ഉള്ളത് നമ്മുടെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ്. കേരളത്തിന്റെ സ്വന്തം കൊല്ലം ജംഗ്ഷനാണത്. അപ്പുറത്ത് കിടക്കുന്ന ബൈക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ കൊല്ലം ചെന്നൈ അനന്തപുരം എക്സ്പ്രസിന്റെ ബൈക്കാണ് അവിടെ കിടക്കുന്നത്. കൊല്ലം ജംഗ്ഷൻ. പക്ഷെ മഴ പെയ്യുന്നുണ്ട് അവിടെ. വണ്ടി ഇവിടെ നിർത്തിയിട്ട് ചെയ്യുകയാണ്. മഴക്കൊരു കുറവില്ല, അത്യാവശ്യം നല്ല ചെറിയൊരു മഴ പെയ്യുന്നുണ്ട്. ഇവിടെ മെമു കാർ ഷെഡൊക്കെ ഉണ്ട് കേട്ടോ കൊല്ലത്തിന്റെ.
മഴ പൊടിഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. വണ്ടി ഇവിടെ നിർത്തിട്ടില്ല, എന്താണെന്ന് അറിയില്ല. ഫ്രണ്ടിൽ വേറെ വണ്ടി ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ 5 മിനിറ്റ് സ്റ്റോപ്പിന് ശേഷം കൊല്ലം ജംഗ്ഷനിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. സ്റ്റേഷൻ്റെ ഒരു മെയിൻ ഭാഗം ഇതാണ് കേട്ടോ. അതവിടെ വർക്കൊക്കെ നടക്കുന്നുണ്ട് സ്റ്റേഷൻ്റെ. നമ്മുടെ അമർ ഭാരത് സ്കീമിൻ്റെ വർക്കാണ് കേട്ടോ നടക്കുന്നത്. ഇതൊക്കെ പണിത് വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഹൈടെക് ആകും, ഹൈടെക്. സ്റ്റേഷൻ കഴിഞ്ഞ് വലിയൊരു കറവ് എടുത്തിട്ടോ വണ്ടി വന്ന് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ അത്യാവശ്യം ചെറിയൊരു മഴ പെയ്യുന്നുണ്ട് ഇവിടെ. നമ്മള് മയ്യനാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. കൊല്ലത്തിന്റെ തൊട്ടടുത്താണ് ഇത്. ഇവിടെ റൂഫും കാര്യങ്ങളൊന്നും ഇല്ല, കണ്ടില്ല. ആൾക്കാർ കൊടയൊക്കെ പിടിച്ച് നിൽക്കുന്നത്. മഴ അത്യാവശ്യം ചെറിയൊരു പെയ്യുന്നുണ്ട്. ഇവിടുന്ന് അത്യാവശ്യം വണ്ടി കയറാൻ ആളുണ്ട് കേട്ടോ. ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണിത്. കൊല്ലം ജംഗ്ഷനിൽ നിന്ന് 4 കിലോമീറ്റർ മാത്രമേ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉള്ളൂ. അങ്ങനെ ഇത് കാണാൻ നമ്മുടെ പരവൂർ ലേക്കാണ്ടോ കാണുന്നത്. ഇപ്പൊ മഴ കുറച്ചു നേരം കൂടിയിട്ടുണ്ട് ഇവിടെ. നല്ല കാഴ്ചകളുണ്ട് എന്തായാലും. നമ്മളെ വർക്കല എത്താറായിട്ടോ. എത്താറുണ്ട്, മഴക്കൊരു കുറവുമില്ല. നമ്മൾ വർക്കല സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ തൊട്ടപ്പുറത്തൊരു ട്രെയിനിന്റെ ബ്രേക്കൊക്കെ കിടപ്പുണ്ട്. ഇവിടുന്ന് അത്യാവശ്യം ആൾക്കാർ കയറാനുണ്ട്. കാരണം ഇത് 10 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് വണ്ടിയായതുകൊണ്ട് ഇവിടുന്ന് അത്യാവശ്യം ആൾക്കാർ കയറാനുണ്ട്. നമ്മുടെ ഇന്റർസിറ്റിയുടെ പ്ലാറ്റ്ഫോമിലുണ്ട്, അതിപ്പോൾ ഇവിടുന്ന് പുറപ്പെടും. ഇപ്പോൾ വർക്കല സിവിൽ സ്റ്റേഷൻ്റെ ഒരു മെയിൻ ഭാഗമാണ് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത്. അത് പ്ലാറ്റ്ഫോം 1. ഇത് പ്ലാറ്റ്ഫോം നമ്മൾ ഇരിക്കുന്ന പ്ലാറ്റ്ഫോം 2 കേട്ടോ. അത്യാവശ്യം മഴയൊക്കെ ഇവിടെ പെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ട്രെയിൻ വരുന്നുണ്ട്. ഇതാ നമുക്ക് ലോക്ക് നോക്കാം. ഇത് ഈറോഡ് സൈഡിൻ്റെ വ്യവസായമുണ്ട്. ഇത് നമ്മുടെ വഞ്ചിനാണ് കേട്ടോ. നമ്മൾ കായംകുളത്ത് വെച്ച് കണ്ട. ഒത്തിരി ലേറ്റായിട്ട്, ഒരു 10 മിനിറ്റ് ലേറ്റായിട്ട് അവിടെ എത്തി കേട്ടോ വർക്കലയിൽ. അങ്ങനെ നമ്മൾ നെയിം ബോർഡിൻ്റെ ഭാഗത്തേക്ക് വന്നിരിക്കണം. വർക്കല ശിവഗിരി കണ്ടില്ലേ, ഏതാണ് നെയിം ബോർഡ്. അപ്പോൾ അത് കൊല്ലം എൻ്റെ കേട്ടോ കാണുന്നത്. അപ്പുറത്തെ എൻ്റെ നമ്മുടെ ട്രിവാൻഡ്രം എൻ്റെ. നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്. മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട് കേട്ടോ ഇവിടെ. ഇത് കൊച്ചുവേളി നിസാമുദ്ദീൻ ഒരു സ്പെഷ്യൽ ട്രെയിൻ ആയിക്കോട്ടെ കിടക്കുന്നത്. LHP കോച്ചാണ് ഫുള്ള്. കണ്ടില്ലേ, നല്ല സ്ഥലമാണ് വണ്ടി കാണാനായിട്ട്. സ്പെഷ്യല്. ഏതോ ഒരു ട്രെയിൻ വരുന്നുണ്ട്. ഇപ്പോൾ ഏതാണെന്ന് നോക്കാം. വാപ്സാനാണ് ലോക്കോ. ഏത് ഷെഡിൻ്റെ അത്? റോയറും ഷെഡിൻ്റെ വാപ്സാനായിട്ട് വരുന്നത് നമ്മുടെ അത് തന്നെ. ഇത് ഒരു ഹംസഫറാണ് കേട്ടോ. SMVT ബംഗളൂരു തിരുവനന്തപുരം നോർത്ത് ഹംസഫറാണ് വരുന്നത്. നല്ല ലിവറി കേട്ടോ. ഈ ഹംസഫറിലെ ലിവറി നല്ല രസമാണ് അത് കാണാനായിട്ട്. ഇവിടെ നമ്മുടെ LHP കോച്ച് കൊണ്ടോട്ടോ എൻ്റെ ഇടയ്ക്ക് മിക്സറായിട്ടോ വരുന്നത്. നല്ല രസമുണ്ട് വണ്ടി. ഇത് ഓൺ ടൈം കേട്ടോ വണ്ടി, വലിയ ഡിലേ ഒന്നുമില്ല. പെർഫെക്റ്റ് ടൈമിംഗ് ആ വണ്ടി ഇവിടെ. തൊട്ടപ്പുറത്ത് സ്പെഷ്യൽ ട്രെയിനിൻ്റെ ബ്രേക്കും തൊട്ടപ്പുറത്ത് നമ്മുടെ ഹംസഫറും കിടപ്പുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് അത് കാണാണ്ടും. അങ്ങനെ കിടക്കുന്നത് കാണാനായിട്ട് നല്ല രസമുണ്ട്. സംഗതി തിരുവനന്തപുരം നോർത്ത് നിന്ന് വന്നെങ്കിലും ഈ നെയിം ബോർഡ് കണ്ടല്ലോ, കൊച്ചുവേളി സെറം വിശ്വേശ്വരം ടെർമിനൽ നിന്ന് കണ്ട നെയിം ബോർഡ് കൊടുത്തിരിക്കുന്ന വണ്ടി ഇവിടെ ഉണ്ട്. ഇപ്പം നമ്മൾ FOBയുടെ മേളിൽ നിൽക്കുകയാണ്. നല്ല വ്യൂ കേട്ടോ ഇവിടെ നിന്ന്. ഇപ്പോൾ ഹംസഫർ ഇവിടെ നിന്ന് എടുത്ത് പോയിട്ടുണ്ട്. അവിടുന്ന് ഒരു ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. അത് കാണാൻ പറ്റുന്നുണ്ട്. ദൂരത്തുനിന്ന് ഒരു ട്രെയിൻ വരുന്നുണ്ട്. ഇത് നമ്മുടെ നാഗർകോവിൽ കൊല്ലം കേട്ടോ. ഒരു എക്സ്പ്രസ് ആണത്, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ സ്റ്റേഷൻ്റെ വെളിയിലോട്ട് ഇറങ്ങാം കേട്ടോ. ഇവിടെ ഒരു കേരള വിസിറ്റർ സെൻറ്റർ ഒരു സംഭവം ഇവിടെ ഉണ്ട്. സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങാം. അങ്ങനെ നമ്മൾ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി. ഇവിടെ ക്ലോക്ക് റൂമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ അൺറിസർവ് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ നല്ല തിരക്കും ഉണ്ട് കേട്ടോ. സ്റ്റേഷൻ്റെ വെളിയിലോട്ട് ഇറങ്ങാം. നമ്മൾ ആ റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ബസ് സ്റ്റാൻഡുള്ള ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് ഫുഡ് കഴിക്കാൻ പോകട്ടോ. ഇനി ഇപ്പോൾ ഈ ഒരു ഹോട്ടലിൽ നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ അകത്ത് കയറിയപ്പോൾ ഇങ്ങനെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ആംബിയൻസ് ഉണ്ട് കേട്ടോ. അവിടെ ആ പടമൊക്കെ വരച്ചിട്ടുണ്ടല്ലോ, നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. ഞാൻ പറഞ്ഞൊരു മസാല ദോശ കേട്ടോ. മസാല ദോശ, ഒരു വട, ഒരു ചായ, പിന്നെ ഇത് കഴിക്കാം. ഫുഡൊക്കെ കഴിച്ചു, നല്ല ഫുഡായിരുന്നു. അപ്പോൾ അതിന് ക്ലിഫിൻ്റെ ഭാഗത്തേക്ക് പോകട്ടെ. ഇനി നമ്മൾ ബസ്സിൽ കയറി നമ്മുടെ സ്റ്റേഷൻ്റെ സൈഡിൽ കൂടെ റോഡിൽ കൂടെ നമ്മൾ ക്ലിഫിൻ്റെ ഭാഗത്തേക്ക് പോകണം. അവിടെ ഒരു ട്രെയിൻ വന്ന് ഇറപ്പുണ്ടെന്ന് നോക്കട്ടെ. അതിനൊരു ട്രെയിൻ അവിടെ കിടപ്പുണ്ട്. ബസ്സിനകത്ത് സ്ഥലമൊന്നും ഇല്ലട്ടോ, ബസ് ഫുള്ളാണ്. നമ്മളിപ്പോൾ സൈഡിലാണ് നിൽക്കുന്നത്, കണ്ടില്ലേ.
അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി നമുക്ക് അതിനെ ഈ കാണുന്ന റോഡിൽ മുന്നോട്ട് പോയാൽ ക്ലിഫിൻ്റെ ഭാഗത്തേക്ക് പോകാം. അവിടെ വലിയ വണ്ടികൾക്കൊന്നും പ്രവേശനമില്ല കേട്ടോ. ഇവിടുന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ക്ലിഫിൻ്റെ ഭാഗത്തേക്ക് പോകാനായിട്ട്. നമുക്ക് മുന്നോട്ടേക്ക് പോകാം. അപ്പൊ നമ്മളവിടെ ബസ് ഇറങ്ങി. അപ്പൊ അവിടെ ക്ലിഫിന്റെ ഭാഗത്തേക്ക് നമ്മൾ പോവാണ് കേട്ടോ. അപ്പൊ ക്ലിഫിന്റെ കാഴ്ച ഞാൻ അധികം ക്ലിഫിലോട്ട് പോകുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് നമുക്ക് റോഡാട്ടോ. നമുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഈ വഴി വരാത്ത ചുറ്റും പോലെ ഹോം സ്റ്റേകളും വേറെ ഷോപ്പുകളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. നമ്മളിപ്പോൾ ക്ലിഫിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട്. നമുക്ക് ദൂരെ നമുക്ക് ആ ഒരു സംഭവം കാണാൻ പറ്റും. കുറച്ചുകൂടെ മുന്നോട്ട് പോയി കാണിച്ചു തരാം എന്താണെന്ന്. ഞങ്ങൾ നമ്മുടെ ക്ലിഫിൻ്റെ സൈഡിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ക്ലിഫല്ല, അത് ഹെലിപാഡാണ്. പക്ഷെ അവിടെ ഹെലികോപ്റ്റർ ഇറങ്ങിയിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ടൂറിസ്റ്റുകളിലേക്ക്. നമുക്ക് മുന്നോട്ട് പോയിട്ട് അതിൻ്റെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ ഇവിടെ. എന്നാ രസമെന്ന് നോക്കിയേ, നല്ല വ്യൂ കേട്ടോ അവിടെ. ഇവിടെ ജാഗ്രത, ക്ലിഫ് എഡ്ജാണ്, അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെ സ്ഥലമാണത്. ഞാൻ ചെറുതായിട്ട് പ്ലാൻ മാറ്റി. ഞാൻ ബീച്ചിലോട്ട് വന്നിട്ടോ. അത് പാപനാശം ബീച്ചാണ്, വർക്കല. ക്ലിഫിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് പോവാം. കണ്ടില്ല, ഇവിടെ തന്നെ ഓരോ ഹോം സ്റ്റേ, ഓരോ ഷോപ്സുകളൊക്കെ ഉണ്ട്. നല്ലൊരു ആംബിയൻസ് ഉണ്ട് അവിടെ. നല്ല വ്യൂ ആണ്. ആ കടലിലെ വ്യൂ നല്ലോണം കാണാൻ പറ്റും ഇവിടെ നിന്ന്. അപ്പോൾ നമ്മൾ വർക്കല പാപനാശം ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന്റെ തൊട്ട് പുറകിലുള്ള ബീച്ചുള്ളത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നമുക്ക് ഇനി കാണാം കേട്ടോ. നമുക്ക് ബീച്ചിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരാം. കുറച്ച് നമ്മൾ സ്പെൻഡ് ചെയ്യും. കുറച്ച് നേരം നമ്മളോട് സ്പെൻഡ് ചെയ്യും കേട്ടോ. അത് ഇങ്ങനത്തെ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. കണ്ടവിടെ ക്ലിഫിൻ്റെ ഒരു പോർഷൻ അവിടെ ഉണ്ട്. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ അവിടെ. നല്ലൊരു അന്തരീക്ഷം, എന്തായാലും നല്ല തണുത്ത അന്തരീക്ഷം. നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന്. കണ്ടില്ല, ക്ലിഫിൻ്റെ ആ സൈഡിലേക്ക് കൂടുതലും ക്ലിഫ് ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്കൊക്കെ പോകണം. അപ്പോൾ അതാണ് ആ അമ്പലം അവിടെയാണ്. അവിടുന്ന് അതല്ല, അവിടെ ബലി പിടിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഇവിടെ ബലി തർപ്പണം നടത്തുന്ന, ഇവിടെ വന്ന് ബലിതർപ്പണം നടത്തുന്ന കൂടുതൽ ആൾക്കാരുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അല്ലാത്ത ബീച്ച് കാണാൻ വന്നവരുടെ തിരക്കുണ്ട് കേട്ടോ. കണ്ടിട്ടെ, അത്യാവശ്യം ആൾക്കാരുണ്ട് ഇവിടെ. കണ്ടോ, നമ്മളിപ്പോൾ അവിടെ നിന്ന് കുറച്ചുകൂടെ മാറി ആ സ്റ്റെപ്പിൻ്റെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോവാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള വേറെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ അത്. കൊള്ളാം, മനോഹരമായിട്ടൊരു വ്യൂ ആണിത്. നമുക്ക് മുന്നോട്ടേക്ക് പോവാം. അപ്പോൾ നമ്മൾ വേറൊരു സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള വ്യൂ വേറൊരു ടൈപ്പ് വ്യൂ ആണ്. അപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് പോയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ പച്ചപ്പ് സൈഡ് ഫുള്ള് പച്ചപ്പും ക്ലിഫിൻ്റെ ഇറക്കമാണ്. ഇറക്കത്തോടെ നല്ല പച്ചപ്പുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. അത് കാണിച്ചു തരാവേ. കണ്ടില്ല, എന്നാ രസം നോക്കിയേ. ഒരു ബീച്ചിൻ്റെ സൈഡാണ് ഇങ്ങനെയൊന്നും പറയൂല്ല. അത്ര മനോഹരമായിട്ടുണ്ട്. അത് ഇവിടുത്തെ ഒരു മാത്രം സ്പെഷ്യാലിറ്റി ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത്. ഓക്കെ, അവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ക്ലിഫിൻ്റെ ഭാഗം അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് നമ്മൾ സ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ തന്നെ നിൽക്കാതെ ധരിച്ചത്. ഓരോ വ്യൂവും കാണിച്ചു തരാൻ ധരിച്ചിട്ട് കേട്ടോ. എന്തായാലും കൊള്ളാം. ആ തേറ്റേക്ക് വരാണ്ടില്ല, നല്ല രസമായിട്ടുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. മറ്റൊരു കാഴ്ച കേട്ടോ, പൂവൊക്കെ ഇവിടെ നിന്ന് നോക്കിയാൽ ക്ലിഫിനോടെ മരമൊക്കെ വളർന്നു നിൽക്കണം. നല്ല ഈ സൈഡിൽ പച്ചപ്പ് കൊള്ളാം കേട്ടോ. നല്ല പച്ചപ്പും ഈ സൈഡിൽ ബീച്ചും. അടിപൊളി വ്യൂ ആ. അപ്പോൾ നമുക്കിനി ക്ലിഫിൻ്റെ ഭാഗത്തേക്ക് പോകാം. ഈ വഴിയിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ നമുക്ക് തിരിച്ച് ആ വഴി തന്നെ പോകേണ്ടി വരും കേട്ടോ. തിരിച്ചും കയറ്റം ഉണ്ട് ഇവിടെ. നമുക്ക് ക്ലിഫിൻ്റെ ഭാഗത്തേക്ക് പോവാം. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ തിരിച്ച് മേളിലേക്ക് കയറി പോകുന്നു കേട്ടോ. നല്ല പച്ചപ്പിൻ്റെ ഇടയിലൊക്കെ ബീച്ച് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് ഇനി മുന്നോട്ടേക്ക് ക്ലിഫിൻ്റെ അങ്ങോട്ടേക്ക് പോവാം. നമ്മൾ തിരിച്ച് ഹെലിപാഡ് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ആൾക്കാർ കൂടിയിട്ടുണ്ട് അത്യാവശ്യം. അപ്പോൾ നമ്മൾ ക്ലിഫിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ലിഫാണ് ആക്ച്വലി ഇത്. നമ്മൾ ക്ലിഫിൻ്റെ ആ സൈഡിൽ വഴിയുണ്ട്. വഴി കൂടെ നടന്ന് കാണാം മൊത്തം. നമുക്കെൻ്റെ ബ്ലാക്ക് സാൻഡ് ബീച്ചിലേക്കും പോകാം വഴി. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലേ, ആഹാ സെറ്റ് വ്യൂ. താഴത്തെ ആൾക്കാരൊക്കെ ഉണ്ടതാ. നമ്മളെ പച്ചപ്പിൻ്റെ മേളിലോട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ടാക്സി സ്റ്റാൻഡൊക്കെ ഇവിടെ ഉണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് നേരെ ഒരു വഴിയുണ്ട്. നമുക്ക് നടന്ന് കാണാം കേട്ടോ. നടന്ന് വഴി മുന്നോട്ട് എങ്ങനെയൊക്കെ നോക്കാം. നമ്മൾ ആ വഴിയുടെ സ്റ്റാർട്ടിങ് പോയിന്റ് എത്തിയിരിക്കുകയാണ്. ഈ സൈഡിൽ ഫുള്ള് കടകളാണ് കേട്ടോ. എസ്പെഷ്യലി റെസ്റ്റോറൻറ്റ്സും ഈ ക്ലോത്ത്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ആക്സറീസ് ഒക്കെ കിട്ടുന്ന കടകളാണ് കൂടുതലും നമുക്ക് കാണാൻ സാധിക്കുക. നമുക്ക് എന്തോരം ഉണ്ടെന്ന് നോക്കാൻ പോയി. നമുക്ക് മുന്നോട്ടേക്ക് പോവാം. ടാറ്റ പാർലറൊക്കെ ഉണ്ട് കേട്ടോ അവിടെ, കണ്ടില്ലേ.
ഒരു കഫേകളാണ് കൂടുതൽ ഈ സൈഡിൽ. അത്യാവശ്യം തിരക്കുണ്ട് ഇവിടെ. മനോഹരമായിട്ടുള്ള കാഴ്ചകളാട്ടോ പിന്നെ പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി. ഞാൻ പറഞ്ഞു ക്ലിഫിൻ്റെ മുകളിൽ നിന്ന് ബീച്ച് കാണാൻ നല്ല രസമാണ്. നമുക്ക് മുന്നോട്ട് പോകാത്ത ഇനി എന്തോരം വേറെ ആംഗിളിൽ നിന്നുള്ള വ്യൂ കിട്ടുമെന്നൊക്കെ നോക്കാം. നമ്മൾ പിന്നെ മുന്നോട്ട് പോകണം. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നിന്നുള്ള വ്യൂ സെറ്റ് വ്യൂ ആട്ടോ. മുന്നോട്ട് ഓരോ ഐറ്റംസ്, ഫാൻസി ഐറ്റംസ്, അങ്ങനെ കഫേ അങ്ങനത്തെ കടകളാണ് കൂടുതൽ. നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സൈഡിൽ ഇഷ്ടംപോലെ ഷോപ്സ് ഉണ്ട്. ഒരു സൈഡിൽ കടലും ഒരു സൈഡിൽ ഷോപ്സും. അത്യാവശ്യം ആൾക്കാരുണ്ട്. കണ്ടോ, ബോർഡ് കണ്ടോ, ജാഗ്രത അൺസ്റ്റേബിൾ ക്ലിഫ്. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലേ, നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ഓരോ സൈഡിൽ നിന്ന് പോകുന്നിടത്ത് ഓരോ ടൈപ്പിൽ നമുക്ക് ആ വ്യൂ കിട്ടുക. ഇവിടെ ഒരു കഫേ കണ്ടുക. മുന്നോട്ടേക്ക് വാട്ടോ നമുക്ക്. ഇവിടുന്ന് നോക്കുമ്പോൾ വേറൊരു ടൈപ്പ് വ്യൂ ആണ്. ആക്ച്വലി ഇതെല്ലാം ഓരോ സ്ഥലമാണ്. ഉണ്ടല്ലേ, ഇവിടെ നമ്മൾ ഓരോ ഒരു പെർസ്പെക്റ്റീവ് നോക്കാത്ത ഓരോ വ്യൂ ആണ്. പാറയുടെ വെള്ളം വന്നടിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് മുന്നോട്ടേക്ക് പോവാം. അടുത്തൊരു പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഓരോ സൈഡിൽ നോക്കാത്ത ഓരോ പെർസ്പെക്റ്റീവ് വ്യൂ നമുക്ക് ഇഷ്ടപ്പെടുക. അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് മുന്നോട്ടേക്ക് എന്തായാലും പോയി നോക്കണം. നമ്മൾ മുന്നോട്ട് പോകാത്ത ഇങ്ങനത്തെ ടൈപ്പ് വഴി വെക്കുന്നുണ്ട്. ഒരു കണ്ടില്ലേ, ഒരു സൈഡിൽ കെട്ടിയൊക്കെ വെച്ചേക്കുന്ന കണ്ടില്ലേ. അപ്പോൾ ഇത് റിസോർട്ടിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയാണെന്ന് തോന്നുന്നു. നോക്കട്ടെ. അങ്ങനെ അവിടെ നല്ല വ്യൂ ഒക്കെ കൊള്ളാം കേട്ടോ. നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൂരെയൊക്കെ ബ്ലാക്ക് സാൻഡ് ബീച്ച് കാണാം കേട്ടോ. ഞാൻ പറഞ്ഞു ഓരോ വ്യൂ, ഓരോ സൈഡിൽ നിന്ന് ഓരോ ടൈപ്പ് വ്യൂ നമുക്ക് കിട്ടുക. ഇവിടെ നിന്നുള്ള വേറെ ടൈപ്പ് വ്യൂ ആണ്. നീലാകാശം, കടൽ, ആഹാ സെറ്റ് വ്യൂ. നമുക്ക് മുന്നോട്ടേക്ക് പോയി നോക്കാം എന്തായാലും. നമ്മൾ കുറച്ചു നേരം മുന്നോട്ട് എത്തിയപ്പോൾ വേറെ ടൈപ്പ് കണ്ടില്ല, ഓരോ ടൈപ്പാണ്. പക്ഷെ എന്നാലും എന്താ പറയുക, നമുക്ക് ഓരോ ആംഗിളിൽ നിന്ന് ഓരോ പെർസ്പെക്റ്റീവ് വ്യൂ കിട്ടും. അത് ഈ വർക്കല ക്ലിഫിൻ്റെ ഭയങ്കര സ്പെഷ്യാലിറ്റി. അവിടെ അടുത്തുള്ള തബലയൊക്കെ വയ്ക്കുന്നില്ല. നമുക്ക് മുന്നോട്ടേക്ക് പോവാം. ഇവിടെ ഉള്ള ആൾക്കാർ സൈറ്റ് സീയിങ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, ഫോറിനേഴ്സ്. അവിടെ അത്യാവശ്യം ഷോപ്സൊക്കെ ഉണ്ട്. ആഹാ, രക്ഷയില്ലാത്ത വ്യൂ എന്തൊക്കെ പറഞ്ഞാലും. ഇവിടെ ഒരു കഫേ ഒക്കെ ഉണ്ടതാ. നമ്മുടെ ശേഷം നാട്ടിൽ വേറൊരു സ്ഥലത്തെത്തി. വ്യൂവിൻ്റെ കാര്യത്തിൽ രക്ഷയില്ല. നമുക്ക് ദൂരെ ബ്ലാക്ക് സാൻഡ് ബീച്ച് കാണാം. ഇവിടെ ഒരു റിസോർട്ടൊക്കെ ഉണ്ട്. ഇതാ കാണുന്നതാണ് ബ്ലാക്ക് സാൻഡ് ബീച്ച്. കുറച്ചുകൂടെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ട് ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്, ബ്ലാക്ക് ബീച്ച്. എൻ്റെ എങ്ങനെ ബീച്ചിലോട്ട് ഇറങ്ങാം. നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് വിട്ട് വേറൊരു വഴിയുണ്ട്, നമുക്ക് ആ വഴി ഇറങ്ങാം കേട്ടോ. അപ്പോൾ ആ വഴിയാണ് ഈ വഴി. സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ താഴത്തേക്ക് നേരെ ചെല്ലുന്ന ബ്ലാക്ക് സാൻഡ് ബീച്ചിൻ്റെ അങ്ങോട്ടൊക്കെയാണ് കേട്ടോ. ഇച്ചിരി പഴക്കമുള്ള വഴിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. വേറൊരു സൈഡിൽ കൂടെ നല്ല വഴിയാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പാറയുടെ കെട്ടിൻ്റെ ഇടയിൽ നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. ആഹാ, ഇവിടെ നിന്ന് നല്ല വ്യൂ കേട്ടോ, നല്ല കിടിലം വ്യൂ, ഒരു രക്ഷയില്ല. അപ്പൊ ഇത് തൊട്ട് ബാക്കി കാണുന്നതാണ് നമ്മുടെ ബ്ലാക്ക് സാൻഡ് ബീച്ച്. വർക്കല ക്ലിഫിന്റെ അറ്റത്താണ് ഈ സംഭവം. അപ്പൊ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇവിടെ നമ്മൾ കുറച്ചുകൂടെ സ്പെൻഡ് ചെയ്യുന്നതാണ്. ഇവിടെ ഇങ്ങനെ കണ്ടില്ല, ഇങ്ങനത്തെ ഒരു ടൈപ്പ് കളറുണ്ട്. പക്ഷേ ബ്ലാക്ക് സാൻഡ് ബീച്ച് എന്ന് വെച്ചാൽ കരിമണൽ ഒന്ന് അടിയുന്ന സ്ഥലമാണ് ഇത്. അതിൻ്റെ സ്പെഷ്യാലിറ്റി. ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടില്ല, നല്ല രസമുണ്ട്. പാറക്കെട്ടും പുറകെ ബീച്ചും കാണാനായിട്ട്. അത് ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങ് വർക്കല വന്ന് എന്തായാലും ഒരു വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് ഈ ബ്ലാക്ക് സാൻഡ് ബീച്ച്. ഇതൊരു കൊക്കൊക്കെ പോകുന്നുണ്ടതാ. അത്യാവശ്യം കൊള്ളാം, അത്യാവശ്യം നല്ല ചില്ല് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് ബ്ലാക്ക് സാൻഡ് ബീച്ച്. നല്ല വ്യൂ കേട്ടോ. ഒരു നമ്മുടെ ഒരു കുറുമ്പൻ്റെ കുസൃതിയൊക്കെ ഉണ്ട് അവിടെ, കണ്ടില്ലേ, മണ്ണ് വാരി കളിക്കുന്നത്. ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ ഇഷ്ടം പോലെ ചെയ്തിട്ടുള്ള. നമുക്ക് മുന്നോട്ട് ആ സൈഡൊക്കെ നടക്കാട്ടെ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ കടലിറങ്ങി കുളിക്കുന്നൊക്കെ ഉണ്ട്. അതൊക്കെ ഡേഞ്ചറാണെന്ന് ഞാൻ പറയുള്ളൂ, ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മൾ ബ്ലാക്ക് സാൻഡ് ബീച്ചിൽ നിന്ന് നമ്മൾ നേരെ തിരിച്ച് ക്ലിഫിന്റെ ഭാഗത്തേക്ക് പോവാണ്. നമ്മുടെ തൊട്ട് ഭാഗത്ത് തന്നെ ബ്ലാക്ക് സാൻഡ് ബീച്ച് ഉണ്ട്, നല്ല കാഴ്ചകളാട്ടോ അവിടുത്തെ. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് ക്ലിഫിന്റെ ഭാഗത്തേക്ക് പോവാണ്.
ആ റോഡിലേക്ക്. അപ്പൊ തിരിച്ച് നമ്മളെ ഹെലിപ്പാഡുള്ള ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു ആന്റിക്സ് ഒക്കെ ഉണ്ട്, കണ്ടില്ലേ, ആന്റിക് പീസുകളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്, വഴിയാണെങ്കിൽ നല്ല രസമാണ് കാണാനായിട്ട്. നല്ല പച്ചപ്പും കടല്, നമ്മളെ കടലും നല്ല വ്യൂ. ഇവിടുന്ന് നല്ല വ്യൂ ആട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓരോ സൈഡിൽ നിന്ന് ഓരോ വ്യൂ. എനിക്ക് അതുകൊണ്ട് ഒരു കഫേ ഒക്കെ ഉണ്ട്. ഇതോടത്തെ ഫേമസ് കഫേ കേട്ടോ, കഫേ ഇറ്റാലിയനിയോ. ഇഷ്ടംപോലെ ആൾക്കാർ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുന്നൊരു പിക്കാണ് അതിൻ്റെ. ഇതിൻ്റെ പിക്ക് എടുത്ത് ഇഷ്ടംപോലെ ആൾക്കാർ സ്റ്റോറിയിൽ ഇടാറുണ്ട്. കണ്ടില്ലേ, നല്ലൊരു കഫേയാണ് കേട്ടോ. നമുക്ക് മുന്നോട്ടേക്ക് പോകാം. ഇവിടുന്ന് നല്ല വ്യൂ. അതാണ് ഈ കഫേയുടെ പ്രത്യേകത. നമ്മൾ മുന്നോട്ടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതുപോലെ ഓരോ ഷോപ്സ് ഉണ്ട്, ഓരോ ഐറ്റംസ് വിൽക്കുന്ന ഡ്രസ്സൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, ഇവിടുന്നും വേറൊരു ടൈപ്പ് വ്യൂ ആണ്. ഇപ്പം ഞാൻ ആ ഒരു കടയിൽ നിന്ന് ഈ ഒരു സംഭവം മേടിച്ചിരിക്കുന്നുണ്ട്. ഒരു ആദ്യമൊക്കെ ശിവൻ്റെ ഒരു ചെറിയൊരു പ്രതിമ മേടിച്ചിരിക്കുകയാണ്. ഇതിന് 200 രൂപയായി. അപ്പോൾ നല്ല വ്യൂ ആട്ടോ. അതിനെ വെച്ച് ചുമ്മാ നോക്കിയാണ്, നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. കടൽ തന്നെ മെയിൻ, കിടിലം വ്യൂ തന്നെ ഇത്, ഒരു രക്ഷയില്ല. ഓരോ സൈഡിൽ നിന്ന് ഓരോ വ്യൂ, അതാണ് ഇത് മെയിൻ. നമ്മളെ കഫേക്ക് ഉണ്ട് ഇവിടെ. നമ്മൾ തിരിച്ച വഴിയോടൊക്കെ എത്തിയിരിക്കട്ടോ. നമ്മൾ തിരിച്ച ഹെലിപ്പാഡിൽ ഞങ്ങളൊക്കെ തിരിച്ചെത്തിയിരിക്കണം. നമ്മൾ ഇവിടുന്ന് തുടങ്ങിയത് അങ്ങോട്ടേക്ക് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇവിടെ ആൾക്കാർ കൂടി വരിക കേട്ടോ. നല്ല തിരക്കാണ്. ഇവിടെ തെരുവുനായൊക്കെ ഉണ്ട് കേട്ടോ, സൂക്ഷിക്കണേ. ആ ഭാഗത്തേക്ക് നമ്മുടെ അതുണ്ടല്ലേ, കടലുണ്ട്. ഇവിടെ നിന്ന് പോവാണ്. ഇവിടെ തിരക്ക് കൂടി വരികയാണ് കേട്ടോ, രക്ഷയില്ല. ഇതവിടെ പോലീസ് ചെക്കിങ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പൊ ഞാൻ ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വർക്കലയിലെ കാഴ്ചകളും പാപനാശം ബീച്ചും വർക്കല ക്ലിഫും ബ്ലാക്ക് സാൻഡ് ബീച്ച് കാഴ്ചകളും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ മറ്റൊരു സമയം കാണുമ്പോഴേക്കും ഓക്കെ ദെൻ ബൈ.